പി ജയരാജൻ വധശ്രമ കേസിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ച സംസ്ഥാന സർക്കാർ 7 പ്രതികളെ വെറുതെ വിട്ട കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കാൻ മതിയായ തെളിവുകളുണ്ടെന്ന് അപ്പീലിൽ പറയുന്നു. 1999 തിരുവോണ നാളിലാണ് RSS പ്രവർത്തകർ പി ജയരാജനെ വീട്ടിൽ കയറി വധിക്കാൻ ശ്രമിച്ചത്. കേസിലെ പ്രതികളിൽ 7 പേരെ മതിയായ തെളിവുകളില്ലെന്ന് പറഞ്ഞ് ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. വധശ്രമം, ആയുധം ഉപയോഗിക്കൽ, കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങി പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി. ഹൈക്കോടതിയുടെ ഈ വിധിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. സർക്കാരിനായി സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയാണ് അപ്പീൽ സമർപ്പിച്ചത്. 1-ാം പ്രതി കടിച്ചേരി അജി, 3-ാം പ്രതി കൊയ്യോൺ മനോജ്, 4-ാം പ്രതി പാറ ശശി, 5-ാം പ്രതി എളംതോട്ടത്തിൽ മനോജ്, 7-ാം പ്രതി ജയപ്രകാശൻ എന്നിവരെയാണ് കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത്. 2007 വിചാരണ കോടതി ഇവർക്ക് 10 വർഷത്തെ കഠിന തടവും പിഴയും വിധിച്ചിരുന്നു. ഹൈക്കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 2-ാം പ്രതി ചിരുക്കണ്ടത്ത് പ്രശാന്തിന്റെ ശിക്ഷ 1 വർഷമായി കുറച്ചു. വിചാരണ കോടതി നേരത്തെ 10 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. കുറ്റപത്രത്തിൽ 6-ാം പ്രതിയായിരുന്ന കുനിയിൽ ഷനൂപ്, 8-ാം പ്രതി കൊവ്വേരി പ്രമോദ്, 9-ാം പ്രതി തൈക്കണ്ടി മോഹനൻ എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.